മറ്റു വാർത്തകളിലേക്ക് കൂടി. വേട്ടയാടലും ഭീഷണിയും വേണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ. ക്ഷമയ്ക്കതിലുണ്ട്. ഇതുവരെ പറയാത്ത കാര്യങ്ങൾ പറയിപ്പിക്കരുതെന്നും മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾക്കിടെയാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. റിനു ശ്രീധരൻ നൽകും വിവരങ്ങൾ. റിനു, പക്ഷേ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ അത് പിൻവലിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രിയുടേത് തന്നെയായിരുന്നു പോസ്റ്റ്? വിനീത, അല്പസമയം മുമ്പാണ് മന്ത്രി സജി ചെറിയാൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇത്തരമൊരു പ്രതികരണം നടത്തിയത്. അരമണിക്കൂറിനുള്ളിൽ ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എൻ്റെ പൊതുപ്രവർത്തനം 8ാം ക്ലാസ്സിൽ തുടങ്ങിയതാണ്. 13 വയസ്സ്, ഇന്ന് 59 വയസ്സ്. അതുകൊണ്ട് തന്നെ ഭീഷണിയും അതുപോലെ തന്നെ വിരട്ടലും ഒന്നും തന്നോട് വേണ്ട എന്നുള്ളതാണ്. ചെങ്ങന്നൂരിലെ ജനതയ്ക്ക് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ ഒരു രീതിയിലുള്ള അപമാനവും ഉണ്ടാക്കാതെ തന്നെ ഇനിയുള്ള 16 മാസക്കാലം താൻ മുന്നോട്ട് പോകും എന്നുള്ളൊരു കാര്യവും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കറിയാം, ഏറെ വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രി സജി ചെറിയാൻ ഇത്തരത്തിലൊരു പ്രതികരണം ഫേസ്ബുക്കിലൂടെ നടത്തുന്നത്. തനിക്കും ഒരു കുടുംബമുണ്ട്, താനും ഒരു മനുഷ്യനാണ്, തന്നെ ഇത്രയും അധികം വേട്ടയാടുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം കൂടി ഈ പോസ്റ്റിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം ചില കോൺഗ്രസ്സുകാർ ചെയ്യാത്ത കാര്യങ്ങളിൽ ചെങ്ങന്നൂരിൽ താൻ നടപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ടുള്ളൊരു അസൂയയാണ് തന്നെ ഈ രീതിയിൽ വേട്ടയാടുന്നത്. ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. ഈ പോസ്റ്റ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഇതുവരെ പറയാത്ത പല കാര്യങ്ങളും എന്നെക്കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. പലരുടെയും യഥാർത്ഥ മുഖങ്ങൾ നാടറിയും. ക്ഷമയ്ക്കും ഒരതിരുണ്ട്. എല്ലാ തെളിവും വെറുതെ ആകില്ല എന്ന് പറഞ്ഞാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത്. എന്തായാലും ഈ വിവാദങ്ങൾക്കിടെ ഇട്ട ഈ ഒരു FB പോസ്റ്റ് അരമണിക്കൂർ മാത്രമാണ് ഈ പേജിലുണ്ടായിരുന്നത്. അതിനുശേഷം മന്ത്രി പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. വിനീത, ശരി. റിനു ശ്രീധരാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകി.